Hello my dears, welcome back to Learn and Grow. Today we are going to discuss Class 7 Social Science Chapter 10 Budget, the true record of development. അല്ലേ? അപ്പോൾ നമ്മളിന്ന് 7ാം ക്ലാസ്സിലെ സോഷ്യലിലെ ഒരു ചാപ്റ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബഡ്ജറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഈ ബഡ്ജറ്റ് എന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഫാമിലിയിൽ അമ്മയും അച്ഛനും അവരുടെ മകനും മകളും ഒക്കെ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ അച്ഛൻ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ദ സൺ എക്സ്പെൻസസ് ആർ ഹൈ ഇൻ ദിസ് മന്ത് ടു. വിൽ യു ഹാവ് ടു ബോറോ മണി അഗെയിൻ? അപ്പോൾ ഈ മാസത്തെ എക്സ്പെൻസും ഭയങ്കര ഹൈ ആയിട്ടുണ്ട്. അപ്പോൾ നിനക്ക് ഈ മാസവും കടം വാങ്ങിക്കേണ്ടതായിട്ട് വരുമോ എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? If we get a chitti, we shall pay off all our debt. അപ്പോൾ നമുക്ക് ചിട്ടി കിട്ടിയാൽ നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടാം. ആഫ്റ്റർ ദാറ്റ് വി ഷാൽ ഡെപ്പോസിറ്റ് ദ റെസ്റ്റ് ഓഫ് ദ മണി ഇൻ ദ ബാങ്ക്. അപ്പോൾ ആ ചിട്ടി കിട്ടിയ ബാക്കി പൈസ ബാങ്കിലും പേ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മകൾ എന്താ പറയുന്നത് നോക്കാം. ഡിയർ, ടുമോറോ ഇറ്റ്സ് അമ്മൂസ് ബർത്ത്ഡേ. ഷുഡൻ വി ബൈ ഹെർ ന്യൂ ക്ലോത്ത്? അപ്പോൾ നാളെ അമ്മുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് പുതിയ ഡ്രസ്സ് വാങ്ങി കൊടുക്കണ്ടേ? ഫാദേഴ്സ് മെഡിസിൻ ഈസ് റൺ ഔട്ട്. അതുപോലെ തന്നെ ഫാദറിൻ്റെ മെഡിസിനും തീർന്നു പോയിട്ടുണ്ട്. ദ ഇലക്ട്രിസിറ്റി ബിൽ ഹാസ് ഓൾസോ ബീൻ ഇഷ്യൂഡ്. ഇലക്ട്രിസിറ്റി ബില്ലും വന്നിട്ടുണ്ട്. വി നീഡ് ടു റെമിറ്റ് ദ മന്ത്ലി പേയ്മെൻറ്റ് ഫോർ ദ ചിട്ടി ടു. പിന്നെ ചിട്ടീൻ്റെ മന്ത്ലി അടവ് അടക്കാനും ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന ഇതിൽ മകൻ എന്ത് പറയുന്നുണ്ട്? ഐ ഹാവ് ഗോട്ട് ദ സാലറി ഫോർ ദിസ് മന്ത്. ഈ മന്തിൽ എൻ്റെ സാലറി കിട്ടിയിട്ടുണ്ട്. ഐ ഷാൽ ഗിവ് ദ എമൗണ്ട് നീഡഡ് ഫോർ ബൈയിങ് മെഡിസിൻ ഫോർ ഫാദർ ആൻഡ് ഫോർ പേയിങ് ഇലക്ട്രിസിറ്റി ബിൽ ടു മോം. അപ്പോൾ മെഡിസിൻ വാങ്ങാനുള്ളതും അതുപോലെ തന്നെ കറണ്ട് ബില്ലിൻ്റെയും പൈസ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുക്കാം. ഐ നീഡ് ടു റിട്ടേൺ ദ മണി ദാറ്റ് ഐ ബോറോഡ് ഫ്രം മൈ ഫ്രണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ബോറോ ചെയ്ത കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്, അതും കൊടുക്കണം. ഐ ഷാൾ ബൈ എ ന്യൂ ഡ്രസ് ഫോർ അമ്മു. അപ്പോൾ അമ്മുവിന് പുതിയ ഡ്രസ്സ് വാങ്ങിക്കണം. ഐ വിൽ പേ ചിട്ടി ഓൾസോ. ചിട്ടിയുടെ പൈസയും ഞാൻ കൊടുക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മന്ത്ലി സാലറിയിൽ നിന്ന് എല്ലാം ചെയ്യാമെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ പ്രശ്നമൊക്കെ ഏകദേശം സോൾവായി അയാൾ പറഞ്ഞ ഇതിൽ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കണം. ഹാവ് യു ലിസൺ ടു ദ കൺവെർസേഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ഫാമിലി. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഇവരുടെ കൺവെർസേഷൻ നമുക്ക് കേട്ടല്ലേ. അപ്പോൾ വാട്ട് ആർ ദ എക്സ്പെൻസസ് മെൻഷൻഡ് ഇൻ ദ കൺവെർസേഷൻ. അപ്പോൾ എന്തൊക്കെ എക്സ്പെൻസ് ആണ് ആ ഒരു കൺവെർസേഷനിൽ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്? പേയിങ് ഓഫ് ഡെപ്റ്റ്, കടം കൊടുക്കേണ്ടത് അല്ലേ. പിന്നെ പേയിങ് ഫോർ ചിട്ടിക്ക് അടക്കേണ്ടത്. പിന്നെന്താണ്? പേയിങ് ഫോർ ഇലക്ട്രിസിറ്റി പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ ബൈയിങ് ന്യൂ ക്ലോത്ത്സ് അല്ലേ, ഇതൊക്കെയാണ്. പിന്നെ ബൈയിങ് മെഡിസിൻസ് അല്ലേ, ഇതൊക്കെയാണ് ആ ഒരു കൺവെർസേഷനിലുള്ള എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് വിച്ച് ആർ ദ നീഡ് ഇൻ അവർ ഡെയിലി ലൈഫ് ദാറ്റ് വി സ്പെൻഡ് മണി ഓൺ. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തിനൊക്കെയാണ് ഇങ്ങനെ പണം ചിലവഴിക്കാറുള്ളത്? അപ്പോൾ ഫുഡ്, ക്ലോത്ത്, പിന്നെന്താണ് ട്രാവലിംഗ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ അല്ലേ, അങ്ങനെ പല കാര്യങ്ങൾക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഫാമിലി എക്സ്പെൻഡിച്ചർ എന്താണ്? ഫാമിലി എക്സ്പെൻഡിച്ചർ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ബൈ ദ ഫാമിലി ഫോർ ഫുഡ് കൺസംപ്ഷൻ ആൻഡ് നോൺ ഫുഡ് കൺസംപ്ഷൻ ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ഈസ് കോൾഡ് എ ഫാമിലി എക്സ്പെൻഡിച്ചർ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു കുടുംബം ഭക്ഷ്യോൽപാദനത്തിന് അല്ലേ, ഫുഡിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഫുഡ് അല്ലാത്ത അല്ലേ നോൺ ഫുഡ് കൺസംഷനുമായിട്ട് ഒരു കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫാമിലി എക്സ്പെൻഡിച്ചർ, അഥവാ കുടുംബത്തിൻ്റെ ചെലവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓൾ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഫാമിലി കനോട്ട് ബി ഫിക്സ്ഡ് ഇൻ അഡ്വാൻസ്. ഓൾ ദ എക്സ്പെൻഡിച്ചർ ഓഫ് ഫാമിലി കനോട്ട് ബി ഫിക്സ്ഡ് ഇൻ അഡ്വാൻസ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിന് എന്താണ് ഭക്ഷ്യോൽപാദനത്തിനും അല്ലാത്തതിനുമായിട്ട് ഒരുപാട് പൈസ ചിലവഴിക്കണം അല്ലേ. അപ്പോൾ അതൊന്നും വി കനോട്ട് മുമ്പേ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല എത്ര പൈസയാണ് ചിലവഴിക്കേണ്ടത് അല്ലേ.
അപ്പോൾ സോ ദ ഫാമിലി എക്സ്പെൻഡിച്ചർ മേ ബി കാറ്റഗറൈസ്ഡ് ആസ് ഫോളോസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാമിലി എക്സ്പെൻഡിച്ചറെ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നതായിട്ട് തരം തിരിക്കാം. എങ്ങനെയാണ് ഒന്ന് നോക്കിയേ. ഫാമിലി എക്സ്പെൻഡിച്ചർ, എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ അല്ലേ. എക്സ്പെക്റ്റഡ് എന്ന് വെച്ചാൽ പ്രതീക്ഷിച്ച ചെലവ്, അൺഎക്സ്പെക്റ്റഡ് അപ്രതീക്ഷിതമായിട്ട്. എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ നോക്കാം. എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഈസ് ദ എക്സ്പെൻഡിച്ചർ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഇൻ എ ഫാമിലി ഫോർ എ പെർട്ടിക്കുലർ പീരീഡ്. ദിസ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ആസ് മന്ത്ലി ആൻഡ് ആനുവലി. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാസത്തെ കുടുംബത്തിൽ നമുക്ക് എന്തൊക്കെ ചിലവുണ്ടെന്ന് നമുക്ക് പലതും കണക്കൂട്ടാൻ പറ്റും അല്ലേ. പക്ഷെ ചിലത് അപ്രതീക്ഷിതമായിട്ട് വരാം. പക്ഷേ ഇവിടെ ഈ എക്സ്പെക്റ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. എന്താണ്? ഫുഡ് അല്ലേ. ഓരോ മാസത്തിൽ നമുക്ക് ഇത്ര ആഹാര സാധനം വേണം, പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് വരും അല്ലേ. പിന്നെന്താണ്, ഇപ്പോൾ എഡ്യൂക്കേഷൻ പഠിക്കുന്നുണ്ട്, കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് അല്ലേ, അങ്ങനെയുള്ളതൊക്കെ. ഇനി അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ദ എക്സ്പെൻഡിച്ചർ ദാറ്റ് എ ഫാമിലി കനോട്ട് ഫിക്സ് ഇൻ അഡ്വാൻസ് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ആൻഡ് വിച്ച് ഒക്കർ ആക്സിഡൻ്റലി ഇൻ ടേംഡ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഒരു കാലയളവിൽ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാതെ വരുന്ന ആകസ്മികമായിട്ടുണ്ടാവുന്ന ചെലവുകൾ, അപ്രതീക്ഷിതമായിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ അല്ലെ, ഹോസ്പിറ്റലിൽ ഒക്കെ പോകാനായിട്ട് നല്ല ചിലവ് വരും. പിന്നെ എന്താണ്, നാച്ചുറൽ ഡിസാസ്റ്റർ, ഇതൊക്കെയാണ് അതിൽ വിടുക അല്ലേ. പിന്നെന്താണ്, കുടുംബങ്ങളെല്ലാം മറ്റെന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളതിന് ഗിഫ്റ്റ് കൊടുക്കുന്നത്, അതൊക്കെ ഇതിൽ വരും. Complete the list by giving more example for expected and unexpected expenditure. അപ്പോൾ എക്സ്പെക്റ്റഡിനും അൺഎക്സ്പെക്റ്റഡും കൂടുതൽ എക്സാമ്പിൾസ് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എക്സ്പെക്റ്റഡ് എന്താണ്? ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എഡ്യൂക്കേഷൻ അല്ലേ. പിന്നെന്താണ്, ക്ലോത്ത്, ട്രാവൽ, പിന്നെ മൊബൈൽ ഫോൺ ബിൽ, ഇലക്ട്രിസിറ്റി ബിൽ, ട്രാവൽ, ഇതൊക്കെ കൊടുക്കുക അല്ലേ. ഇനി അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഏതെല്ലാം വരും? ആക്സിഡൻറ്റ്, പിന്നെന്താണ്, ഡിസീസസ്, എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടായാൽ, പിന്നെന്താണ്, പ്രൈസ് ഹൈക്ക് അല്ലേ, എല്ലാത്തിനും വില കൂടുന്ന സാഹചര്യം ഉണ്ടാവുക. ഇതൊക്കെ നമ്മൾക്കിവിടെ എഴുതാം അല്ലേ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫാമിലി ഇൻകം. അപ്പോൾ ഫാമിലി ഇൻകം എന്ന് വെച്ചാൽ എന്താണ്? കുടുംബത്തിൻ്റെ വരുമാനം അല്ലേ. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നിഖിലിൻ്റെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുന്ന വിവിധ പ്രവർത്തന മേഖലകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കിയേ, അപ്പോൾ നിഖിലിൻ്റെ അച്ഛൻ എന്താണ്? തയ്യൽ അല്ലേ, തയ്യൽക്കാരനാണ്. അമ്മ സെയിൽസ് സ്റ്റാഫാണ്. പിന്നെന്താണ്, മുത്തച്ഛൻ എന്താ ജോലി? അവിടെ നോക്കിയ കൃഷിയാണ് അല്ലേ. പിന്നെ അമ്മ പെൻഷൻ പറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ, പെൻഷനാണ്. അപ്പോൾ നിഖിൽ ഒരു സ്റ്റുഡൻ്റ് ആണ് അല്ലേ, വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ടേബിൾ അതൊക്കെ ഫിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് എന്താണ്, ലെറ്റ് സി ഹൂ ദേ ആർ, ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ among them people are they are the people who engage in occupation and those who do not അല്ലേ. പലർക്കും എന്താണ്, ജോലിയുണ്ട്, അല്ലാത്തവരുണ്ട് അല്ലേ. അല്ലാത്തവരെന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ഗ്രാൻഡ് മദർ പെൻഷനറാണ്, പിന്നെ ഗ്രാൻഡ് ഫാദർ അഗ്രികൾച്ചറൽ, മദർ സെയിൽസ് വുമൺ, ഫാദർ ടൈലറിങ്, നിഖിൽ സ്റ്റുഡൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഫാമിലി ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ഫാമിലി. അപ്പോൾ ഇവിടെ നിഖിൽ മാത്രമാണ് വരുമാനമില്ലാത്തതുള്ളത് അല്ലേ, ബാക്കി എല്ലാവർക്കും ഒരു ഇൻകം കിട്ടുന്നുണ്ട്. ഫാമിലി ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ഫാമിലി ഇൻ എ പെർട്ടിക്കുലർ പീരീഡ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് അല്ലേ. അപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫാമിലി ഇൻകം എന്ന് വിളിക്കുന്നത്. അവേ by spending the income effectively, a family can develop the habit of saving, deal with unexpected expenditure and improve the standard of life. അപ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം അത് എന്താണ്, ആ വരുമാനത്തിനനുസരിച്ച് നമ്മൾ ചിലവാക്കിയാൽ എന്താണ്, അതിലൂടെ നമുക്ക് നമ്മുടെ സമ്പാദ്യശീലം വളർത്തുന്നതിലും അതുപോലെ തന്നെ ഇങ്ങനെ അപ്രതീക്ഷിതമായി വരുന്ന എക്സ്പെൻഡിച്ചറൊക്കെ നേരിടാനും നമുക്ക് ബെറ്റർ ലൈഫ്, ജീവിത നിലവാരം ഉയർത്തുന്നതിനും കഴിയും. ഓക്കെ, എന്താണ്, ആ ഒരു നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മളെ എഫക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വരവിനനുസരിച്ചിട്ട് ചിലവഴിക്കണം അല്ലേ, അതാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നോക്കാം ഫാമിലി ബഡ്ജറ്റ്. എന്താണ് ഫാമിലി ബഡ്ജറ്റ് നോക്കാം. ഫാമിലി ബഡ്ജറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ പ്ലാൻ ദാറ്റ് ഈസ് പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ദ എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫാമിലി ഇൻ എ പെർട്ടിക്കുലർ പീരീഡ്.
ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഒരു രേഖയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഫാമിലി ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ ഫാമിലി ബഡ്ജറ്റ് ദാറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ഓൺ എ മന്ത്ലി ഓർ ആനുവൽ ബേസിസ് വിൽ ഡിഫർ അക്കോർഡിംഗ് ടു ദ സൈസ്, ഇൻകം, നീഡ് ഓഫ് ദ ഫാമിലി. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു രേഖ എന്ന് പറയുന്നത് ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ വർഷത്തിലേക്കോ തയ്യാറാക്കുന്ന കുടുംബത്തിൻ്റെ ബഡ്ജറ്റ് അല്ലേ. അപ്പോൾ അത് കുടുംബത്തിൻ്റെ വലിപ്പവും വരുമാനവും ആവശ്യങ്ങളൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ദ ഫാമിലി ബഡ്ജറ്റ് ഷുഡ് ബി പ്ലാൻഡ് ബൈ കൺസിഡറിങ് ഒപ്പീനിയൻ ഓഫ് ദ ഓൾ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ അത് എല്ലാവർക്കും, കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ച് വേണം അല്ലേ. ഇപ്പോൾ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരേ ആവശ്യങ്ങളായിരിക്കില്ല അല്ലേ, പല പല ആവശ്യങ്ങളുണ്ടാവുമല്ലോ നമ്മൾക്ക് എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ by ensuring that suggestion of the family budget are followed fixed intervals, the family can attain financial safety and welfare. അപ്പോൾ ഈ കൃത്യമായ ഇടവേളകളിലെ ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും കൈവരിക്കാൻ സാധിക്കും അല്ലേ. ഇപ്പോൾ വ്യക്തമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാവും അല്ലേ. നമ്മൾക്ക് കടമൊന്നും വാങ്ങാതെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ ലെറ്റ്സ് ലിസൺ ടു ദ കൺവേഴ്സേഷൻ. അപ്പോൾ ഇവിടെ ഒരു കൺവേഴ്സേഷൻ നോക്കാം അല്ലേ. ഇറ്റ് ഹസ് ബീൻ വീക്ക് സിൻസ് വി ബുക്ക്ഡ്. അപ്പോൾ ഇവിടെ ഗ്യാസ് കണക്ഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ച ആയല്ലോ എന്ന് ഇവർ പറയാണ്. അപ്പോൾ അയാൾ പറയാണ് ദ സ്റ്റോക്ക് റീച്ച്ഡ് ലേറ്റ്, ദർ ഇസ് എ സ്ലൈറ്റ് ഹൈക്ക് ഇൻ ദ പ്രൈസ്. സ്റ്റോക്ക് വന്നത് ലേറ്റ് ആയിട്ടാണ്. അത് മാത്രമല്ല സ്ലൈറ്റ്ലി ഹൈക്ക് ഇൻ ദ പ്രൈസ് എന്ന് വെച്ചാൽ വില കൂടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ സ്ത്രീ പറയാണ്, ഇഫ് ദ പ്രൈസ് ഈസ് ഇൻക്രീസ്ഡ് ലൈക്ക് ദിസ് വാട്ട് ഷാൾ വി ഡു ഹിയർ ഓൺലി വി നോ ഹൗ വി മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ് ഇൻ ലൈഫ്. അപ്പോൾ പറയാണ്, ഇങ്ങനെ ഇടയ്ക്കടി വില വർധനവുണ്ടായാൽ ഞങ്ങൾ എന്ത് ചെയ്യും അല്ലേ. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാട് ഞങ്ങൾക്കല്ലേ അറിയൂ. ദാറ്റ് ഈസ് ഓക്കെ. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ അവർ പറയുന്നു, വാട്ട് കാൻ ഐ ഡു, ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ. യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് ഫ്രം ദ എബോവ് കൺവേഴ്സേഷൻ ഹൗ ദ അൺഎക്സ്പെക്റ്റഡ് പ്രൈസ് ഇൻക്രീസ് അഫക്ട് ദ ഫാമിലി ബഡ്ജറ്റ് അല്ലേ. ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രൈസ് ഒക്കെ വന്നാൽ അത് എങ്ങനെയാണ് ഒരു ഫാമിലിയെ ബാധിക്കുക അല്ലേ. അവർ അല്ലെങ്കിൽ തന്നെ ഭയങ്കര കഷ്ടപ്പെട്ടായിട്ടാണ് അല്ലേ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ് അവരുടെ ജീവിതം അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പ്രൈസ് ഹൈക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ഇറ്റ് ഇൻക്രീസ് ദ അഫക്ട് ദ ഫാമിലി ബഡ്ജറ്റ്. അപ്പോൾ അവരുടെ ഫാമിലി ബഡ്ജറ്റിനെ അത് എഫക്റ്റ് ചെയ്യും അല്ലേ. അക്കോർഡിംഗ്ലി ഫൈൻഡ് ഔട്ട് ദ അതർ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് യുവർ ഫാമിലി ബഡ്ജറ്റ്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ഫാമിലി ബഡ്ജറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അതൊക്കെ വരാം. അപ്പോൾ ഒന്നവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻക്രീസ് ഇൻ ദ ഇലക്ട്രിസിറ്റി ബിൽ, ഇൻക്രീസ് ഇൻ ദ ഇലക്ട്രിസിറ്റി ബിൽ, ഇൻക്രീസ് ഇൻ ദ കുക്കിംഗ് ഗ്യാസ് ബിൽ, ഇൻക്രീസ് ഇൻ ദ മെഡിസിൻസ്, ഇൻക്രീസ് ഇൻ ദ മെഡിസിൻ ബിൽ, ഇൻക്രീസ് ഇൻ ദ പെട്രോൾ ആൻഡ് ഡീസൽ അല്ലേ. The family income becomes stable when the income is more than the expenditure. അപ്പോൾ വരവ് ചെലവിനേക്കാൾ കൂടുതലാവുകയോ അല്ലെങ്കിൽ ഓർ വെൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആർ ഈക്വൽ. അപ്പോൾ വരവ് ചെലവിനേക്കാൾ കൂടുതലാവുകയോ വരവും ചെലവും തുല്യമാവുകയോ ചെയ്യുമ്പോഴാണ് കുടുംബ ബഡ്ജറ്റ് എന്താവുന്നത്, സുസ്ഥിരമാവുന്നത് അല്ലേ. ഹൗ ക്യാൻ ബി റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഫാമിലി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു കുടുംബ ചെലവ് എങ്ങനെയൊക്കെ കുറക്കാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. യൂസ് ലോക്കലി അവൈലബിൾ റിസോഴ്സർ ഫോർ ഫുഡ്. അപ്പോൾ ഫുഡിനായിട്ട് നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡൊക്കെ തിരഞ്ഞെടുക്കാം. അത് കാണും താരതമ്യേന വില കുറവായിരിക്കും അല്ലേ. കൾട്ടിവേറ്റ് യുവർ ഓൺ ഫുഡ് റിസോഴ്സ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഭക്ഷ്യവസ്തുക്കളൊക്കെ കൃഷി ചെയ്യാം. പിന്നെന്താണ്, യൂസ് പബ്ലിക് ഡിസ്ട്രിബ്യൂട്ടറി സിസ്റ്റം ആൻഡ് ഫെയർ പ്രൈസ് സെയിൽ കൗണ്ടേഴ്സ് ടു മാക്സിമം എക്സ്റ്റെൻറ്റ് പോസിബിൾ. അപ്പോൾ പൊതുവിതരണ സംവിധാനം അല്ലേ, അല്ലെങ്കിൽ ന്യായവിലക്ക് ഇതൊക്കെ ഫുഡ് ഒക്കെ കൊടുക്കുന്ന കേന്ദ്രങ്ങളുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ പറയുക, വി ക്യാൻ ഡിപ്പെൻഡ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്, ഗവൺമെൻറ്റിലത്തെ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിനായി ഗവൺമെൻറ് ഹോസ്പിറ്റൽസൊക്കെ തിരഞ്ഞെടുക്കാം.
ബൈയിങ് ഹൗസ് ഹോൾഡ് ഐറ്റം ആസ് മച്ച് ആസ് ടുഗെദർ പോസിബിൾ. അപ്പോൾ നമുക്ക് വീട്ടിലാവശ്യമുള്ള സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങാം. എന്താണ് ഇടവിട്ടിടവിട്ട് വാങ്ങുമ്പോൾ അതിന് നമ്മൾക്ക് അതിനായിട്ട് പോകേണ്ടതും ഓട്ടോ ചാർജ് അതിനൊക്കെ എക്സ്ട്രാ എക്സ്പെൻസ് ആവുമല്ലോ. അപ്പോൾ ഒന്നിച്ച് വാങ്ങാം അങ്ങനെയുള്ളത് അല്ലേ. പിന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ അനാവശ്യമായിട്ട് നമ്മൾ പണം ചിലവഴിക്കുന്നത് കുറയ്ക്കാം അല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ച് വാരി എടുക്കുന്നില്ലേ. ഗിവൻ ബിലോ ഈസ് ദ മോഡൽ ഓഫ് മന്ത്ലി ബഡ്ജറ്റ് ഓഫ് ദ ഫാമിലി. അപ്പോൾ ഇവിടെ താഴെ ഒരു മാസത്തെ ഒരു ഫാമിലിയുടെ ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മന്ത്ലി ബഡ്ജറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഇൻകം കൊടുത്തിട്ടുണ്ട്, എക്സ്പെൻഡിച്ചർ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ഇൻകം ഒരു മാസം അവർക്ക് കിട്ടുന്ന വരുമാനവും അവർ ചിലവാക്കുന്നത് ഏതൊക്കെ തരത്തിലാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻകം നോക്കിയ ഇൻകത്തിൻ്റെ അവരുടെ ടോട്ടൽ നോക്കിയ 24,800 ആണ്. എന്നാൽ അവരുടെ എക്സ്പെൻഡിച്ചർ അവർ ചിലവാക്കുന്നത് എത്രയാണ് 25,700 അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ് ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ഇത് തമ്മിലൊരു വ്യത്യാസം വരുന്നത് 900-ൻ്റെയാണ് അല്ലേ. അവരുടെ ഒരു മാസത്തെ എല്ലാ ചിലവും കഴിച്ച് അവർക്ക് 900 എക്സ്ട്രാ വരുന്നുണ്ട് അവരുടെ വരവിനേക്കാളും. അപ്പോൾ ഈ 900 അവർക്ക് കടം വാങ്ങേണ്ടതായിട്ടൊക്കെ വരാം അല്ലേ. അപ്പോൾ ഇത് 900 മാത്രമല്ല, ചിലപ്പോൾ ഇനി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ വന്നാൽ ഇതിനേക്കാളും കൂടാം അല്ലേ. അപ്പോൾ ഇവർക്ക് ഒരിക്കലും ഒരു നല്ലൊരു ഫാമിലി ബഡ്ജറ്റ് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ഫാമിലി ബഡ്ജറ്റ്. അപ്പോൾ ഈ ഒരു ഫാമിലി ബഡ്ജറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? നമുക്കറിയാം അല്ലേ. വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവാണ്. അപ്പോൾ അതെങ്ങനെ പറയാം? എക്സ്പെൻഡിച്ചർ ഈസ് മോർ ദാൻ ഇൻകം അല്ലേ. നെക്സ്റ്റ്, വാട്ട് സജഷൻ ക്യാൻ യു ഗിവ് ടു ടേൺ ദിസ് ഫാമിലി ബഡ്ജറ്റ് ഇൻ ടു എ സർപ്ലസ് ഫണ്ട്. അപ്പോൾ ഈ ഒരു ഫാമിലി ബഡ്ജറ്റിനെ സ്മൂത്തായി കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വേണമെന്നാണ് പറയുന്നത്? നമുക്കൊരു സജഷൻ കൊടുക്കാൻ. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് പറയാം, ഒന്നെങ്കിൽ ചിലവ് ചുരുക്കണം അല്ലേ. ചിലവ് ചുരുക്കാൻ പറയണം ഈ ഒരു 900 എക്സ്ട്രാ വരാത്ത രീതിയിൽ അല്ലേ. അതല്ലെങ്കിൽ ഇൻകം വർദ്ധിപ്പിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് reduce the expenditure, otherwise increase the source of income. What are the benefit of a family budget? Add more to the table. Okay, അപ്പോൾ ഈ ഫാമിലി ബഡ്ജറ്റിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഫാമിലി ബഡ്ജറ്റ് എന്നൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? അപ്പോൾ ഈ ടേബിളിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്, കൂടുതൽ നിങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ, recognizing different source of income, moderate expenditure is practiced, adjusting the expenditure to the match the income. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള വിവിധ തരം വരുമാന സ്രോതസ്സുകൾ തിരിച്ചറിയുന്നു അല്ലേ, ഏതൊക്കെ വരുമാനങ്ങളുണ്ട്. അതുപോലെ തന്നെ അഡ്ജസ്റ്റിംഗ് ദ എക്സ്പെൻഡിച്ചർ ടു മാച്ച് ദ ഇൻകം, വരവിനനുസരിച്ചിട്ട് നമുക്ക് ചിലവ് ക്രമീകരിക്കാൻ സാധിക്കുന്നു അല്ലേ. മോഡറേറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് പ്രാക്ടീസ്ഡ്, നമുക്ക് വരുമാനവും അതുപോലെ ചിലവാക്കുന്ന രീതി അറിഞ്ഞാൽ നമുക്ക് എക്സ്പെൻഡിച്ചർ കുറയ്ക്കാനായിട്ട് സാധിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾക്ക് എന്തൊക്കെ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാം? ഓവർ എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ഐഡൻറ്റിഫൈ ആൻഡ് കൺട്രോൾ അല്ലേ. ഓവറായിട്ടുള്ള എക്സ്പെൻഡിച്ചർ കണ്ടുപിടിച്ച് നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെയാണ് പറയാം? ഫിനാൻഷ്യൽ ഗ്രോത്ത് അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ സെൻസ് ഓഫ് സെൽഫ് റിലയൻസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം പബ്ലിക് എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്തിനെക്കുറിച്ചാണ്? നമ്മളുടെ ഒരു കുടുംബ ബഡ്ജറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഒരു ഫാമിലി ഇൻകം, ഒരു ഫാമിലിയിൽ അവർ വരവ് ചെലവ് കണക്കുകളെയൊക്കെയാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പബ്ലിക് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ അഥവാ സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ധാരാളം പണം ആവശ്യമായിട്ട് വരും അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് ടു റിയാലിറ്റി, ദേശീയ പാതാ വികസനം. പിന്നെ ഗെയിൽ പൈപ്പ് ലൈൻ കംപ്ലീറ്റഡ്, ഗെയിൽ പൈപ്പ് ലൈൻ, സോഷ്യൽ വെൽഫെയർ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ജൽ ജീവൻ മിഷൻ പ്രോജക്റ്റ്, ഫണ്ട് ടു സോൾവ് ഷോർട്ടേജ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ള പദ്ധതി അല്ലേ. അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ് ഇതുപോലുള്ള ഒരുപാട് പദ്ധതികളൊക്കെ നടപ്പാക്കുന്നുണ്ട് അല്ലേ. നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇതിനെക്കുറിച്ചൊക്കെ.
ഗവൺമെൻറ്റിന് എവിടെ നിന്നാണ് പണം കിട്ടുന്നതെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഗവൺമെൻറ് നീഡ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ടു ക്യാരി ഔട്ട് ദിസ് ആക്ടിവിറ്റീസ്. അപ്പാർട്ട് ഫ്രം ദീസ് വാട്ട് അതർ ആക്ടിവിറ്റീസ് ഡസ് ദ ഗവൺമെൻറ് സ്പെൻഡ് മണി ഓൺ? ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിന് ഒരുപാട് മണി ആവശ്യമുണ്ട് അല്ലേ ഇതൊക്കെ ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ അപ്പാർട്ട് ഫ്രം ദീസ് വാട്ട് ആർ ദ അതർ ആക്ടിവിറ്റീസ് ദസ് ദ ഗവൺമെൻറ് സ്പെൻഡ് മണി ഓൺ? അപ്പോൾ ഇതുകൂടാതെ മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് സർക്കാർ പൈസ ചിലവഴിക്കുന്നുണ്ട്? അപ്പോൾ നോക്കിയേ, സാലറി അല്ലേ, ഗവൺമെൻറ് സർവീസിലൊക്കെ ഇരിക്കുന്ന ആളുടെ സാലറി, പിന്നെ ഇൻട്രസ്റ്റ്, എക്സ്പെൻസസ് ഫോർ ഡിഫൻസ്, കൺസ്ട്രക്ഷൻ ഓഫ് ഹോസ്പിറ്റൽസ്, സോഷ്യൽ വെൽഫെയർ സ്കീംസ്. അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് ദ എമൗണ്ട് സ്പെൻഡ് ബൈ ഗവൺമെൻറ് ഫോർ ഡെവലപ്മെൻറ്റൽ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റി. അപ്പോൾ എന്താണ് ഈ ഒരു പബ്ലിക് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ദ എമൗണ്ട് സ്പെൻഡ് ബൈ ഗവൺമെൻറ് ഫോർ ദ ഡെവലപ്മെൻറ്റൽ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റി. വികസന അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് സർക്കാർ ചെലവഴിക്കുന്ന പൊതു ചെലവുകൾ അല്ലേ. അപ്പോൾ ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്ഡ് ആസ് ദ ഗവൺമെൻറ് എക്സ്പാൻഡ് ഇറ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനനുസരിച്ചിട്ട് ഈ പൊതു ചെലവുകളും വർദ്ധിക്കും അല്ലേ. അപ്പോൾ നമ്മൾക്കിതിനെ രണ്ടായിട്ട് തിരക്കാം. ഈ പബ്ലിക് എക്സ്പെൻഡിച്ചറിന് രണ്ടായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ്? ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇതിൽ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കാം. എക്സ്പെൻഡിച്ചർ ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി ആർ കോൾഡ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തികവും അതുപോലെ സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ചെലവുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. ദേ കോൺട്രിബ്യൂട്ട് ഗ്രേറ്റ്ലി ടു ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി ബൈ സ്റ്റിമുലേറ്റിംഗ് ഇറ്റ്സ് റിയൽ എക്കണോമിക് കണ്ടീഷൻ ആൻഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇത് രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തെയും അതുപോലെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയൊക്കെ ഉത്തേജിപ്പിച്ചിട്ട് സാമ്പത്തികമായിട്ട് വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിൽ അതുകൊണ്ട് തന്നെ ദിസ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആർ ഓൾസോ നോൺ ആസ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിനെ പ്രൊഡക്ഷൻ കോസ്റ്റ് അഥവാ ഉൽപ്പാദന ചെലവുകൾ എന്നും പറയുന്നു. അപ്പോൾ ഇതിൽ ഏതൊക്കെ വരും? ദ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ഓൺ കൺസ്ട്രക്ഷൻ റോഡ്, ബ്രിഡ്ജസ്, ഹാർബർ ആൻഡ് ടു സ്റ്റാർട്ട് ന്യൂ എൻ്റർപ്രൈസസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ കൺസിഡർഡ് ആസ് ദിസ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോൾ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഏതൊക്കെ വരും? റോഡ്, പാലം അല്ലേ, ബ്രിഡ്ജസ്, ഹാർബേഴ്സ്, പിന്നെ എന്താണ് പുതിയ എൻ്റർപ്രൈസസ്, പിന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ ഇതിൽ അണ്ടറിൽ വരും. ഇനി നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കാം. നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ദ വൺ ഇൻകേർഡ് ബൈ ഗവൺമെൻറ് ഓൺ എ റെഗുലർ ബേസിസ് ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് പബ്ലിക് സർവീസസ്. Expenses involved in defense, interest, pension, epidemic and natural disasters come under this. ഓക്കെ, അപ്പോൾ രാജ്യത്തിൻ്റെ താല്പര്യത്തിനും അതുപോലെ പൊതു സേവനങ്ങൾക്കായിട്ട് സർക്കാർ പല ചിലവുകളും വഹിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഗവൺമെൻറ് സർവീസിൽ മുമ്പ് ഇരുന്നവർക്കുള്ള പെൻഷൻ പദ്ധതി, അതുപോലെ തന്നെ കുറേ പെൻഷൻ പദ്ധതിയൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ അതുപോലെ തന്നെ എപ്പിഡമിക്, എന്തെങ്കിലും മഹാമാരിയായിട്ടുള്ള അസുഖം, നമുക്ക് കൊറോണ എന്ന പാൻഡമിക് സിറ്റുവേഷനിലൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതുപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തമൊക്കെ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരും. നോക്കിയേ ഇവിടെ താഴെ. അപ്പോൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ, ഡെവലപ്മെൻറ്റൽ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇവിടെ കുറേ ഡെവലപ്മെൻറ്റും ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ തരംതിരിച്ച് ഈ ഒരു ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ഏതൊക്കെ വരും? കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്, കൺസ്ട്രക്ഷൻ ഓഫ് സ്കൂൾ, പിന്നെ ഏതൊക്കെയാണ്? എനർജി ജനറേഷൻ ആൻഡ് ഇൻഡസ്ട്രീസ് അല്ലേ. ഇതൊക്കെ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരും. ഇനി നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഏതൊക്കെ വരും? ഇൻട്രസ്റ്റ്, എപ്പിഡമിക്, വെൽഫെയർ, പെൻഷൻ, ലയബിലിറ്റി, സബ്സിഡീസ്, വാർ, ഡിഫൻസ് ഇൻഡസ്ട്രീസ്, ഇതൊക്കെ നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചറും നോൺ പബ്ലിക് എക്സ്പെൻഡിച്ചറും മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ താഴെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഫ്രം 2018 to 19 ആൻഡ് 2020 to 23 ഈസ് ഗിവൺ ബിലോ അല്ലേ. അപ്പോൾ ഈ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് അനലൈസ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കിയേ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇവിടെ എന്താണ്? 2018-19 ടു ഈ 2020 to
23 ആകുമ്പോൾ എന്താണ് കൂടി വന്നതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സൈഡിൽ നോക്കിയാൽ ഇവിടെ ഇയർ ആണ് താഴെ കൊടുത്തത്. ഈ സൈഡിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ലാക്ക് ഇൻ ക്രോർസ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയേ ഇവിടെ 2018 23.14 ആണെങ്കിൽ ഈ 2022 ആകുമ്പോൾ എത്രയായി അത്? ഇറ്റ് ഈസ് 41.88 അല്ലേ. അപ്പോൾ അത് കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലേ പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഒരിക്കലും കുറഞ്ഞിട്ടില്ല. ഓക്കെ ഡിയർ, അപ്പോൾ എൻ്റെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ വീണ്ടും ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വരാം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.